ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ അറിയാത്ത കുറച്ച് അറിവുകളുണ്ടാവുമല്ലോ. അപ്പം ഞാൻ ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ എല്ലാം എനിക്കറിയണമെന്നില്ല. അപ്പോൾ ഇതൊരു പുതിയ അറിവായിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ചേച്ചി, നെടുവൻ അല്ലേ? നെടുവൻ, ഓക്കെ. നെടുവൻ എന്ന് പറഞ്ഞാൽ ആഹാര സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കിഴങ്ങ്. ഇത് വള്ളിയാണ്. ഈ വള്ളി ഇതുണ്ട്. നെടുവൻ. ചേച്ചി, ഇത് ഞാൻ എപ്പോഴും കാണുന്നതാണ്, പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ ഇല ഇത് വിഷമയമായ ഭക്ഷണം അല്ല. ഇത് അല്ല, നെടുവൻ, നാച്ചുറൽ നെടുവൻ അല്ലേ? നെടുവൻ. ഇനി വേറെ ഐറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട്. നെടുവൻ. അപ്പൊ ഇതില് ഒരു കിഴങ്ങുണ്ട്. നെടുവൻ കിഴങ്ങ്. അപ്പൊ ഈ കിഴങ്ങ് എടുത്തിട്ട് അതിന്റെ നാരും അതിന്റെ തൊലിയെല്ലാം ചെത്തിയിട്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമുക്ക് വേവിച്ചു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമാണ്. ആരോഗ്യത്തിന് യാതൊരു ഒരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു ഭക്ഷണമല്ല ഇത്. അതാണ് പറഞ്ഞത്, വിഷമയോ അല്ല, ഇത് നാച്ചുറൽ ആണ്. അതെ. അപ്പൊ അത് ഇപ്പൊ നമുക്ക് എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു അറിവാണിത്. നമ്മൾ എന്താ പറയാ, നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ ഈ ഇല വർഗ്ഗങ്ങൾ, അതെല്ലാം ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയില്ല. നമ്മൾ ഈ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്ന ഈ വെള്ളരി, അല്ലെങ്കിൽ ഏറിയ ചീനിക്കിഴങ്ങ്, നമുക്ക് ചാമ്പ്, ചേന, ചെറുകിഴങ്ങ്, കാച്ചില്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളെ നമുക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചി ഇത് ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യാണ്. പക്ഷേ ഇത് വേറെ ഇതിൻ്റെ മേളിലോട്ടുണ്ടല്ലോ. ഇത് നെടുവൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവമേ, എന്നെ ആരെങ്കിലും കറി പൊങ്കാല ഇടുവെന്നു. അതായത് നെടുവൻ. അപ്പോൾ ഈ നെടുവൻ എന്ന് പറഞ്ഞ ഈ കിഴങ്ങ് കാടിൽ നിൽക്കുന്നുണ്ടാണ് നെടുവൻ കാട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. പണ്ടിങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കാൻ പറഞ്ഞു. പക്ഷെ എന്നാ പിന്നെ ഇവിടെ എല്ലാം കാണണമല്ലോ. അങ്ങനല്ല, അത് അവിടെ അങ്ങനെ പണ്ട് ആൾക്കാർ ഒറ്റയ്ക്ക് ഇത്ര ജനവാസം ഇല്ലല്ലോ. അല്ല, നെടുമൻ എന്നാണ് ഈ കായുടെ ഈ കിഴങ്ങിന്റെ പേര്. നെടുമൻ എന്നാണ് ഈ കിഴങ്ങിന്റെ പേര്. അപ്പോ ഇതൊരു കാട്ടിലല്ലേ നിൽക്കുന്നേ? അപ്പൊ അതുകൊണ്ടായിരിക്കുമോ നെടുവങ്കാട്? നെടുവങ്കാടുള്ളവരെ എന്നെ കറി പൊങ്കാല. കാരണം ഇത് ചേച്ചിയിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ അറിവാണ്. അല്ല, കിഴങ്ങ് കാണാൻ പറ്റില്ല. ഇത് എന്തെന്നറിയാം, ഇത് നമ്മളതിനെ ടെസ്റ്റ് ചെയ്യണം. നോക്കട്ടെ, ഇതതിൻ്റെ മൂട്. നെടുമൻ കിഴങ്ങിൻ്റെ മൂട്. അതിങ്ങനെ ചേച്ചി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കിഴങ്ങ് കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലേ? എങ്കിൽ ഭാഗ്യം. ഓക്കെ. ചേച്ചിയുടെ പേരെന്താണ്? ചേച്ചിയുടെ പേര്? ശ്രീദേവി ചേച്ചി. ഒരുപാട് തന്നെ താരം എന്ന് പറഞ്ഞാ പാട്ട് പാടും. എനിക്കറിയാലോ. പാട്ടൊക്കെ പാടും. നമുക്ക് കളികളൊക്കെ ഉണ്ട്. കബഡിക്കളി, നമുക്ക് കളികളൊക്കെ ഉണ്ട്. ആദിവാസി കളിയുണ്ട്. ആ കളികളെല്ലാം നമ്മൾ പോണതാണ്. കോൽക്കളിയാണ് കളി. നമ്മളല്ലാതെ ഉള്ള ചോനാങ്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോനാനെ കുറിച്ചുള്ള പാട്ട് ചോനാങ്കളി. ഈ ഇടയ്ക്ക് നമ്മൾ കോഴിക്കോട് ഗ്രൂപ്പായിട്ട് പുനർജനി, സമിതിയുടെ പേര് പുനർജനി. കോഴിക്കോട് നിങ്ങൾ പോയിരുന്നല്ലേ? ഇപ്പൊ ചോനാങ്കളിയിൽ അതിൽ എത്ര പേരുണ്ട്? ചോനാങ്കളി തന്നെ. അപ്പൊ ഈ ചോനാങ്കളി നമുക്ക് കാണാൻ വരാൻ പറ്റും. റിഹേഴ്സൽ ഉണ്ടാവുമല്ലോ, അത് കാണാൻ പറ്റും. ഇതാണ് അതിന്റെ കിഴങ്ങ്. ഇത് കഴുകിയൊക്കെ എടുക്കണം. ഇതാണ് കിഴങ്ങ്. നല്ല കിഴങ്ങാണ്. ഒരു വിഷമയോ ഒന്നും ഇല്ലാത്ത നാച്ചുറലായ മണ്ണ്. പിന്നെ ഇനി കുപ്പിന്ന് വെള്ളം ഇപ്പൊ കഴുകി റെഡിയാക്കി തരാം. അപ്പൊ ചോനാങ്കിഴങ്ങ് കിട്ടിയാണ്. നമുക്ക് കമ്പടി കോൽക്കളിയുണ്ട്, പിന്നെ പത്തടി പാട്ടുകളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കോൽക്കളിയുണ്ട്, പത്തടി പാട്ടുണ്ട്. പിന്നെ അവർക്ക് ചോനാങ്കളിയുണ്ട്. അപ്പൊ വേറെ നിങ്ങൾ വേറെ പുറത്ത് പരിപാടിയുണ്ട്. പിന്നെ തൂങ്കുമുത്തം പരിപാടി, മയിലാട്ടം എല്ലാം ഉണ്ടല്ലേ? ഞങ്ങൾ കുറെ പരിപാടിയൊക്കെ നടത്തുക.
നമ്മൾ വിവിധ കലാപരിപാടികൾ അഭിനയിക്കുന്നവരും കളിക്കുന്നവരുമാണ് പല സ്റ്റേജുകളിലും. അപ്പോൾ അതും കൂടെ ഒന്ന് നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തല്ലോ. അപ്പോൾ ഞങ്ങൾ ഒരു 15 പേരടങ്ങുന്ന ടീമാണ് കോൽക്കളിയിൽ. 8 പേര് മാക്സിമം വേണം, ഗ്രൂപ്പാണ്. നമുക്ക് 2 ആശാന്മാരുണ്ട്. നമ്മളിപ്പോഴും പഠിച്ചോണ്ടിരിക്കുകയാണ്. ചേച്ചി പറഞ്ഞു ഇത് ചില്ലറ ആളല്ല, ഒരു ആളുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ്. അപ്പൊ എനിക്ക് തോന്നുന്നു പാട്ടൊക്കെ പാടുമെന്നാണ് എനിക്ക്. അയ്യോ, പാട്ട് പാടാൻ പറയല്ലേ, കന്നാലികള് ഇവിടെ ഇല്ലാത്തത് ഏറ്റവും സുഖം. അതല്ല, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ടുപേരും പറ്റില്ല. പാടണോ? 4 വരി പാടിത്തരാം. ആ ശരി, ഇവിടെ ഇരിക്കൂ. ശ്രീദേവി ചേച്ചി ഇവിടെ ഇരിക്കൂ. നമ്മളെ ആദിവാസികളുടെ പാട്ടാണ്. ഇനി ഒരു പാട്ടും കൂടെ, നല്ല സ്റ്റൈല് പാട്ടും കൂടെ. 4 സ്റ്റൈലൊന്നും ഇല്ല. പാടട്ടാ. ഒന്നാനാം മതിലകത്തെ ഒന്നിലല്ലേ പൊന്നിലഞ്ഞി, പൊന്നിലഞ്ഞി പൂ പറിക്കാൻ പോരൻ പോരൻ മങ്കമാര്. ഞങ്ങളില്ല മതിലകത്തെ കണ്ണനുണ്ട്, കൊച്ചുവില്ലും അമ്പുമുണ്ട്, എഴുതുകൂടാ ചെയ്തുകൂടാ. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. അപ്പൊ ഇനി അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നവര് എൻ്റെ അടുത്ത് ചോദിക്കും ഇതിന്റെ ബാക്കി ഇവിടെ കാണണമെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇനി അത് കണക്കാക്കിയിട്ട് ഒരു ദിവസം നിങ്ങളെ റിഹേഴ്സലും ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ഒരു ദിവസം വന്നു കഴിഞ്ഞാല് ഇതിന്റെ ഫുള്ള് കാണാൻ പറ്റുമല്ലോ. അതെ അതെ അതെ. അപ്പൊ ഇനി ഇതിന്റെ അതെ അതെ അവന് അതറിയിക്കും. അറിയിച്ചിട്ട് ചെന്ന് ഇതിന്റെ റിഹേഴ്സലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലൈവായിട്ട് പിടിച്ച് നിങ്ങളെ കാണിക്കട്ടെ. ഓക്കെ, സന്തോഷം. ഹായ്. ഇനി നമുക്ക് ഇവിടെ വേറെ സംഭവം ഉണ്ടല്ലോ, ചോനാങ്കളിയുണ്ട്. അത് അവരുടെ ഒരു ഗ്രൂപ്പാണ്. പുനർജനി. ഈ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഇപ്പൊ നേരത്തെ പാടിയത് വിനായക കലാ കമ്പടി ഗ്രൂപ്പ് കല്ലാറ്, നേരത്തെ പാടിയത് ശ്രീദേവി. ഇനി അടുത്ത് ചോനാങ്കളി. അപ്പോൾ അതും എനിക്ക് യൂട്യൂബ് ചാനൽ വന്നിട്ട് എനിക്ക് അതെടുത്ത് കാണിക്കണം. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും 2 സംഭവം അതിലില്ല. അതുകൊണ്ട് എനിക്ക് അത് ആ ഗ്രൂപ്പിലില്ല. ഞാൻ മറ്റേ ഗ്രൂപ്പിൽ ആദിവാസി അപ്പൊ അതിലെ പാട്ടുകളെല്ലാം ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് കമ്പടിക്കളിയിൽ. ഓക്കെ. അപ്പോൾ ഇനി ചോനാങ്കളിയുടെ ആ ഒരു റിഹേഴ്സലാണ് അന്ന് നോക്കി. അല്ല കമ്പടിക്കളിയുടെ ഉണ്ട്. അല്ല, അത് നമുക്ക് ഇനി എന്തെന്നറിയാം, നമ്മൾ യൂട്യൂബ് ചാനലിൽ വിശദമായിട്ട് നമ്മൾ ഇതിപ്പോൾ എന്തെല്ലാം തുടങ്ങിയെന്നറിയാം, നെടുവങ്കിഴങ്ങിൽ തുടങ്ങിയ അതാണ് നമ്മളിപ്പോൾ പാട്ട് വരെ എത്തിയിരിക്കുന്നത് അല്ലേ? സാർ അറിയിച്ചിട്ട് വന്നാൽ നമ്മൾ റിഹേഴ്സലും ഇനിയിപ്പം ഞങ്ങൾക്കും പരിപാടിക്കൊക്കെ റിഹേഴ്സലൊക്കെ എടുക്കാണ്ട് ഇതൊക്കെ ഉണ്ട്. സാറാ? ഏത് സാറ്? പിന്നെ കോമഡി സാറായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാറെന്നല്ല, അയ്യോ നമ്മൾ നാട്ടുകാർ തന്നെ. അയ്യോ അനിയനാ ചേട്ടനാ അങ്ങനെയൊക്കെയാണ് കേട്ടാ. ഒന്നിൽ അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ, അങ്ങനെയാണ്. സാറൊന്നുമല്ല. അയ്യോ അങ്ങനെയൊന്നും വിളിക്കില്ല. ഞാൻ നേരത്തെ പിന്നെ ശ്രീദേവി ചേച്ചി, അപ്പോൾ ഞാൻ ശ്രീദേവി എന്ന് വിളിച്ചു. ഇനിയിപ്പോൾ എന്തറിയാ, ഇനി വേറെ കാര്യമുണ്ട്. ഇത് ഓരോരുത്തർ കണ്ടിട്ട് നിന്റെ പ്രായോടാ ഒന്ന് പേര് വിളിക്കണമെന്ന് പറയാം. അപ്പോൾ പിന്നെ അടുത്ത ആൾ പറയാം അവൻ മുത്തച്ഛനല്ലേ, അവനുണ്ട് 60 വയസ്സെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരെ അതിൻ്റെ കമൻറ്റുകളായിട്ടൊക്കെ വരും. അത് നമ്മൾ സാരമാക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ കിഴങ്ങ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു, നെടുവൻ കിഴങ്ങ്. അപ്പോൾ ഞാൻ വേറെ സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തറിയാമോ? നെടുവൻ കിഴങ്ങ്. അപ്പോൾ നെടുവൻ അത് കാട്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് നെടുവങ്കാടെന്നും പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോരുത്തർ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു ഇല്ല. അതെ പറയാൻ പറ്റില്ല. അല്ല, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ പേരുകൾ. എൻ്റെ പേര് കൃഷ്ണകുമാരി. അത് ടൂറിന് വന്ന ആൾക്കാരാണ്. എവിടുന്നാ വരുന്നേ? ട്രിവാൻഡ്രത്ത്. വളവ് മേളിൽ നിന്ന് വണ്ടി വരുന്നേ. വളവ് മാറ്റി. ഓക്കെ. കൃഷ്ണകുമാരി ചേച്ചി വാ. നമ്മളിതെവിടെ പോയാലും നമ്മളെ
പിന്നെ കൂടുതൽ സ്ഥിരീകരിച്ചൊക്കെ പറയാൻ മറ്റേ അവരും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നമ്മളെ സമിതിയിലെ ആളുകൾ വന്ന് പറയാൻ പറ്റും. അല്ല അത് വേറെ കാര്യമുണ്ട്. അതിന് വേണ്ടി ഒരു ദിവസം ഞാൻ വരുന്നുണ്ട്. അതിന് വേണ്ടി വന്ന് നമ്മളെ പരിപാടികളൊക്കെ നമുക്കൊന്ന് പിന്നെ ഷൂട്ട് ചെയ്ത് ഞാനും കൂടെ ഒപ്പം നിന്ന് നമുക്ക് കളിച്ച് അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടാം കേട്ടോ. അതുപോലെ അതുപോലെ തന്നെ പിന്നെ ശ്രീദേവി ചേച്ചി അതും ഇതുപോലെ പരിപാടിക്ക് വന്നിട്ട് നമുക്ക് ഓക്കെ. ഇനിയിപ്പോഴും നമ്മളെ വിളിക്കുന്ന ക്രിട്ടാസിൽ നിന്നും ട്രൈബലിൻ്റെ ഒക്കെ ഇതിൽ തന്നെ നമ്മളെ വിളിക്കുന്നത്. അല്ല എനിക്കെന്നറിയാം നമ്മുടെ ഇപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ ഞാനിപ്പോൾ വിതിരയിലല്ലേ താമസം. അപ്പോൾ ഞാനിവിടെ വന്ന് പൊന്മുടിയും പിന്നെ കല്ലാറും ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അല്ലാതുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് ചുരുക്കമാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് നല്ലൊരു വീഡിയോ നമുക്കുള്ളിലോട്ട് വന്നിട്ട് ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ എനിക്ക് ചെയ്യണം.